വേണ്ടിയാണ് ആദ്യകാലത്ത് ഞാൻ പറഞ്ഞില്ലേ പാർട്ടിക്കിൾസിനെ ഇടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഹൈ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യകാലത്ത് വാൻ ഡി ഗ്രാഫ് എന്ന് പറഞ്ഞ എഞ്ചിനീയർ ഉണ്ടാക്കിയതാണ്. എഞ്ചിനീയർ ആൻഡ് സയന്റിസ്റ്റ്, അമേരിക്കക്കാരനാണ്. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ ഇത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫാൻ ഇങ്ങനെ കുറേ നേരം കറങ്ങി കഴിഞ്ഞാൽ പൊടി പിടിക്കുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിന് എന്താണ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് എയർ ആയിട്ടുള്ള ഫ്രിക്ഷൻ കൊണ്ട് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ മുടിയിൽ ഇങ്ങനെ ചീപ്പിൻ്റെ അതൊക്കെ നമുക്ക് കാണാം. നമ്മൾ സാധാരണ എന്താണ് അയൺ ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അല്ലെ പോളിസ്റ്റർ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ എഴുതി നിൽക്കുന്നത് അതൊക്കെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. ഇടിമിന്നലാണ് ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ. ഇടിമിന്നൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മഴ അല്ലെ മേഘങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മേഘത്തിനകത്ത് എന്തൊക്കെയുള്ളത്? ഐസ് ക്രിസ്റ്റൽസ് ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ്. വളരെ വലിയ അല്ലെ സ്പ്രെഡ്, വളരെ നീളത്തിലും അതുപോലെ തന്നെ എന്താണ് വീതിയിലും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റിലും അല്ലെ നമ്മൾ ക്യൂലോനിംബസ് എന്നൊക്കെ പറയുന്ന മേഘങ്ങളാണെങ്കിൽ വളരെ ഹൈറ്റിലുള്ളതാണ്, കിലോമീറ്റേഴ്സിന്റെ ഹൈറ്റിലുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വളരെ ഡൈനാമിക് ആയിട്ട് പോകുമ്പോൾ അവിടെ എന്താണ് ഫ്രിക്ഷൻ കൊണ്ട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ആ ഇലക്ട്രിസിറ്റി ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതാണ് എന്ത് ഇടിമിന്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെന്താണ് ഇവിടെ നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് എന്താണ് ഇവിടെ നമുക്കൊരു നൈലോണിന്റെ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിന്റെ മുകളിൽ അല്ലെ ഇവിടെ ഇതിന്റെ പുള്ളി ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ താഴെ ഒരു പുള്ളി ഉണ്ട്, അതായത് കപ്പി അല്ലെ പുള്ളി ഉണ്ട്. അതിന്റെ മുകളിൽ കിടന്നിട്ടാണ് അത് കറങ്ങുന്നത്. അതിന്റെ മുകളിൽ കറങ്ങുമ്പോൾ എന്താണ് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ എന്ത് ഈ ഒരു ബെൽറ്റിന്റെ മുകളിൽ ചാർജ് വരും. ഈ ചാർജ് ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിനുള്ളിൽ എന്താണ് ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്താണ് വളരെ അടുത്തായിട്ട് ഒരു മെറ്റാലിക് ബ്രഷ് വെച്ചിട്ടുണ്ട്. ഈ ബ്രഷിലേക്ക് ഈ ചാർജ് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും. മുകളിൽ ഇതേപോലെ തന്നെ ഈ ഒരു ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലോബാണ്. ഈ ഗ്ലോബിലേക്കും അത് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യും ചാർജ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ഇതിങ്ങനെ കറക്കിയിട്ട് കൈ ഇവിടെ നിന്ന് വെച്ച് നോക്കിയേ. ചെറിയ കുട്ടികളൊന്നും വെക്കണ്ട, ചിലപ്പോൾ നിങ്ങൾ വെച്ച് നോക്കൂ. കൈ താല്പര്യം ആർക്കില്ല. എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ. വളരെ അടുത്ത് വന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ ഷോക്കോ കിട്ടിയെന്ന് വരും ഇല്ലേ? ഒരു രോമാഞ്ചല്ലേ? അതാണ് ചോദ്യം. ഇവിടെ രോമാഞ്ചം വേണേ രോമുള്ള ഭാഗം വെക്കണം. ഓക്കെ അല്ലേ?